എന്റെ ദൈവമേ, കാറല്ലുണ്ടെന്റെ മോളെ അവിടെ നിർത്തിയിട്ടിട്ട് എന്താ പോകാൻ തന്നെ മടിയാന്ന്. ഓനാടുണ്ട് തോന്നുന്നു, എന്തെല്ലാം പറയാന്നായിരിക്കറിയാ. ഈ ഓനാടുണ്ടാണെ അതാ കോനാലോ നമ്മളെ ഇരുന്നിന് അതേ തന്നെ ഉറുങ്കൊക്കെയാവേ. ഞാൻ ടീച്ചറെ ഞാനും കാട്ടിനെല്ലാം എടുത്തു പോരാ. ഹലോ, ആന്നെ മോളെ ലേശം വെള്ളം കുടിക്കണ്ടേ, തൊണ്ട വരളുന്നു. ഇതെത്ര വീട് ഇനിയും കയറണോ? ഇനി അനങ്ങല്ലേ, ഇവിടെ വെള്ളത്തിനും ചോദിക്കല്ലേ, വെള്ളം വേണ്ട തണ്ണീരും വേണ്ട, എങ്ങനെയെങ്കിലും എടുത്തിങ്ങ് പോരാ നമുക്കത്. എൻ്റെ അമ്മ ഇനിയിപ്പോൾ എന്താ ലെവലെ കേൾക്കണ്ട്. ഇതൊക്കെ ഇന്ന് നിങ്ങളൊന്ന് പ്ലാസ്റ്റിക് എല്ലാം ഒന്ന് എടുത്ത് തരുവാ. ഇവിടെ പോയി എവിടെ വേസ്റ്റ് പെറുക്കുന്നോല് വന്നിട്ടുണ്ട്, ഒന്ന് വേഗം എടുത്തു കൊടുക്ക്. എന്നിട്ട് ഇവരോ വേഗം ഒന്ന് ഒഴിവാക്കിയാ. നേരം കെട്ട സമയത്ത് ഓരോരുത്തർക്ക് വേഗം കെട്ട നേരം. ഇവരാ ഒരു നിങ്ങൾ വരും. ഇതെടുത്തോ. 6 മണി എടുത്ത ശരി. അവിടെ ശരിയല്ല. ഞങ്ങൾക്കിത് തരംതിരിച്ചിട്ട് എടുത്തിട്ട് വേണ്ടേ കൊണ്ടുപോയി. ഞാനിത് എങ്ങനെ കൊണ്ടുപോയി ചെന്നാറുന്ന എന്താക്കുവാനാ? വണ്ടിയെ നിങ്ങൾ ബേസ് എടുക്കുന്ന വന്നല്ലേ, എന്ത് തരം നിങ്ങൾക്ക് എന്തായിട്ട് കലക്ടർ ഓഫീസിലാച്ചാ പണി? അങ്ങോട്ട് അങ്ങനെ പോയിട്ട് വെച്ചനെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഒന്ന് കഴുകിയല്ലോ ഇട്ടൂടെ. ഞാൻ നിങ്ങളെപ്പോ തന്നെയുള്ള മനുഷ്യന്മാർ. എന്ത് മനുഷ്യന്മാർ എല്ലേ തന്നെ നിങ്ങൾ നാറുന്നുണ്ട്. അങ്ങോട്ട് അങ്ങനെ വെച്ചനെ വേസ്റ്റ് ആക്കിട്ടില്ല ഞാളെ നാറുന്നേ. ഇത് ഞാള് ഏടുന്ന തിരിയണ്ട. പിന്നെ ഇവിടെ ശരിയണ്ടേ മോളെ, നമുക്കങ്ങ് റോഡ് ഇങ്ങനത്തെ പറയലും കേട്ടിട്ട് എത്ര ഇതെങ്ങനെയാ ഇങ്ങനെ? അതാ ഞാൻ പറയുന്നത്, മനുഷ്യന്മാരല്ലേ നമ്മള്. അല്ല, വല്ലാത്തൊരു പണിയാ നമ്മളെ പണി ഇത്. കണ്ടങ്ങള് അതിനെ പുഴുവ അതിൻ്റെ അകത്ത്. ഞങ്ങളും മനുഷ്യന്മാരിൽ ഇവനോട് എപ്പോൾ ഇത് കഴുകി വെക്കാൻ പറയും. ചോലത് ചെയ്യല എന്നിട്ട് കൊണ്ടിട്ടതായിരിക്കും. മുറ്റത്ത് നിന്ന് തിരിയാൻ സമ്മതിക്കണ്ടവനെ ആട്ടിപ്പായിക്കുന്നു നായിനെ. നാളെ ഒരാണ് റോഡ് മൊക്കെ കഴിഞ്ഞിട്ട് തിരിയുന്നത്. എന്ത് മനുഷ്യന്മാരാന്ന് ഞാൻ പറയണ്ടേ. നമ്മളെ പണിയെടുത്തിട്ട് നമ്മൾ പോവാൻ സമയം ഒരുപാടായി. എത്ര വീട് കയറണം. എങ്ങനെയല്ലേ കൊടുക്കുന്നത്? ഒരു നന്നാക്കിയിട്ട് കൊടുക്കണ്ടേ? ഒരു മനുഷ്യന്മാരല്ലേ. എല്ലാ നിങ്ങൾ ഇനിയും പോയിക്കില്ല. നിങ്ങളെ പരിപാടി എന്നാ എടുത്ത് പോയിക്കോളും പറഞ്ഞാൽ പോയിക്കോളണം. പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞൊന്നും കളിക്കണ്ട. നീ അങ്ങോട്ടൊന്നും വീട്ടിൽ മുന്നിൽ വന്നിട്ട് പറയണ്ട. ഇനി ഏടെ വെച്ചിട്ട് കത്തിക്കുന്ന ഞാൻ വീട്ടിന്റെ ബാക്ക് വെച്ചിട്ട് കത്തിക്കും. ഇനി കത്തിക്കണോടാ. അത് കത്തിക്കലെന്നറിയാം. ഞാനാടോ അതിന് ഫൈൻ വരുമ്പോ തിരിയോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, ഈ ഹരിതസേനക്കാർ വന്ന നമ്മളെ കേരളം തന്നെ മലിനമുക്തിയായത് ഈ ഒറ്റക്കാര്യം ഇനി മനസ്സിലാക്കിയാൽ മതി. മാലിന്യമുക്ത കേരളത്തിനായി ഹരിതകർമ്മസേനക്കൊപ്പം നമുക്കും കൈകോർക്കാം.